Hi everyone, welcome to Krish Talkz. Calicut University second semester readings on Kerala first chapter ആയിരുന്നു early history of Malabar, the Portuguese period AD 1498 to 1663 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നോട്ട്സ് സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിന്റെ സെക്ഷൻ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാത്തിലും ഞാൻ ആൻസേഴ്സും എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് കൊടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം അത്രയും ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക. നമുക്ക് എല്ലാ സെമ്മിലും അങ്ങനെ വരാറ്. ഇപ്പം ഇത് ഈ സിലബസ് നിങ്ങളാണ് ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന കുട്ടികൾ. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലും ഇല്ല ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്റേണൽ എക്സാമിന്റെ പല കോളേജുകാരും നടത്തിയതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ റീഡിങ് ഫ്രം ദ ഫ്രിഞ്ചസ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ബോൾഡ് ചെയ്ത് പോയിന്റ് വൈസ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ടെക്സ്റ്റ് നോക്കുമ്പോൾ വളരെയധികം വൈഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇയർ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ്സായി പോയേക്കാം. അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യരുത്. അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. വാസ്കോ ഡ ഗാമ ലാൻഡഡ് അറ്റ് പന്തലായിനി നിയർ കോഴിക്കോട് ഇൻ 1498. 1498 പന്തലായിനി എന്ന് പറഞ്ഞ ഒരു സ്ഥലം, കോഴിക്കോട് അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ വാസ്കോ ഡ ഗാമ ലാൻഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദ യൂറോപ്യൻസ് കെയിം ടു ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലോട്ട് യൂറോപ്യൻസ് വരുന്ന ആ ഒരു സമയം ഫസ്റ്റ് ടൈം ആണത്. ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദി കൊളോണിയൽ മെർക്കന്റലിസം ആൻഡ് കൊളോണൈസേഷൻ ഓഫ് ഇന്ത്യ. ദ പോർച്ചുഗീസ് became the rulers of India in 1505 and remained in power in some places in India until 1961. അതായത് ആ ഒരു സമയത്താണ് യൂറോപ്യൻസ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. കച്ചവടത്തിനായിട്ടായാലും കോളനിവൽക്കരണത്തിനൊക്കെ ആയിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ തുടക്കമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. 1505 പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളാവുന്നതും പിന്നീട് കുറച്ചുനാൾ, അതായത് 1961 വരെ അവര് ഇന്ത്യയിലെ പല ഭാഗത്തും ഭരണം തുടരുകയും ചെയ്തു. ഒരുപാട് വർഷം ഭരണം തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാര്. അപ്പൊ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് എന്താണ്? ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ഗാമ ടു കേരള. കേരളയിലോട്ട് എങ്ങനെ വാസ്കോ ഡ ഗാമ വന്നു എന്നുള്ളതും ആൻഡ് ഹിസ് അസോസിയേഷൻ വിത്ത് ദ സമൂറിൻസ് ആൻഡ് മൊനാക്സ്, അതായത് അവിടുത്തെ കോഴിക്കോടുള്ള സാമൂതിരിമാരോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ആ സാമൂതിരി രാജാവിന്റെ അടുത്തുള്ള ഇടപെടലുകൾ, കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ വാസ്കോ ഡ ഗാമ എങ്ങനെ കേരളത്തിലോട്ട് വന്നു, ഇവിടെയുള്ള സാമൂതിരിമാരോടുള്ള ഇടപെടലുകളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ 3 പോയിന്റ്സ് നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ എഴുതാവുന്നതാണ്. വാസ്കോ ഡ ഗാമയിലെ കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ, ഇടപെടലുകളൊക്കെ ആയിട്ട് നമുക്ക് എസ്സേ ചോദിക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ പോയിന്റ്സ് ആയിട്ട് എഴുതാവുന്ന പോയിന്റ്സ് ആണ് ആദ്യത്തെ 3 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വാസ്കോ ഡ ഗാമ fleet started its journey from Belém near Lisbon on 25 March 1497. 1497 മാർച്ച് 25 വാസ്കോ ഡ ഗാമയും അവരുടെ കൂട്ടരും യാത്ര തുടങ്ങുന്നത്. എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്? ലിസ്ബണിനടുത്തുള്ള ആ ഒരു ബെലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. ബെലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവർ യാത്ര തുടങ്ങുന്നത്. അപ്പൊ 3 കപ്പലുകളിലായിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ 3 കപ്പലിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദി സാൻ റാഫേൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ കപ്പൽ. ദ ക്യാപ്റ്റൻ ഓഫ് സാൻ റാഫേൽ വാസ് വാസ്കോ ഡ ഗാമ. ആ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയായിരുന്നു. കുഡ് ക്യാരി 100 ടൺസോളം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഷിപ്പായിരുന്നു ആ ഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സാൻ ഗബ്രിയേൽ എന്ന് പറഞ്ഞൊരു ഷിപ്പായിരുന്നു. സാൻ ഗബ്രിയേൽ വാസ് അണ്ടർ ഹിസ് ബ്രദർ പൗലോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയുടെ ബ്രദർ ആയിട്ടുള്ള പൗലോന്റെ അണ്ടറിലായിരുന്നു ആ സാൻ ഗബ്രിയേൽ എന്ന് പറഞ്ഞ ഷിപ്പ്. അതിനൊരു 120 ടൺസോളം ക്യാരി ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. മൂന്നാമത്തെ ഷിപ്പാണ് ദി സാൻ മിഗായിൽ എന്ന് പറഞ്ഞ ഷിപ്പ്. ദി സാൻ മിഗായിൽ വാസ് കമാൻഡഡ് ബൈ നിക്കോളാസ് കൊയിലോ ആണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഷിപ്പ്. അതിൽ 50 ടൺസ്, ചെറിയൊരു ഷിപ്പാണ് കേട്ടോ, 50 ടൺസ് മാത്രം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഷിപ്പാണ്.
അപ്പൊ ഇത്തരത്തില് 3 ഷിപ്പുകളിലായിട്ടാണ് ഇവര് യാത്ര തുടങ്ങുന്നത്. ഓരോ ഷിപ്പിലും എത്ര പേര് വീതം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഷിപ്പ് ഹാഡ് 80 men, officers, seamen and servants. അതായത് ഓരോ ഷിപ്പിലും 80ഓളം ആൾക്കാരുണ്ടായിരുന്നു, ഓഫീസേഴ്സും സീമെനും സെർവന്റുകളൊക്കെ ആയിട്ട്. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അബൌട്ട് 5 months, അങ്ങനെ ഈ 3 ഷിപ്പുകളും 5 മാസത്തോളം ഇങ്ങനെ ട്രാവൽ ചെയ്തതിനു ശേഷം അവർ എവിടെ എത്തി? ഹെലീന ബേ, സൗത്ത് ആഫ്രിക്ക ഓൺ 18th August 1497. 1497 ഓഗസ്റ്റ് 18 സൗത്ത് ആഫ്രിക്കയിലുള്ള ഹെലീന ബേയിലാണ് അവരുടെ 3 ഷിപ്പുകളും എത്തിച്ചേരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോൾ ഇൻ ഡിസംബർ 1497 അവർക്ക് ഒരു സ്റ്റോമിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. ഷിപ്പുകൾക്കൊക്കെ കുറച്ച് കേടുപാടുകൾ പറ്റുന്നുണ്ട്. ഷിപ്പിലുള്ളവര് കുറച്ച് ലഹളകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവര് കോസ്റ്റ് ഓഫ് നദാൽ ക്രിസ്മസ് ഡേയില് 25th December ക്രിസ്മസ് ഡേയില് അവര് എവിടെ എത്തി എന്നാണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് നദാലിൽ എത്തി. ഓൺ 6th January 1498 ഫ്ലീറ്റ് entered the river of മെറായ്. അങ്ങനെ മെറായ് റിവറിലോട്ട് അവര് ജനുവരിയിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇവർ എത്തിച്ചേരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കൊടുങ്കാറ്റിൽ പെട്ട് ഷിപ്പുകൾക്കൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചല്ലോ. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഷിപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതില് ദി സാൻ മിഗായൽ ഷിപ്പ് ഉണ്ടല്ലോ, നിക്കോളാസ് ഹാൻഡിൽ ചെയ്തിരുന്ന ഷിപ്പ്, ആ ഷിപ്പിനെ ഇവർ പൊളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സാൻ മിഗായിൽ പൊളിച്ചു. അതിലെ ആളുകളെ ബാക്കി 2 ഷിപ്പുകളിലോട്ട് മാറ്റാണ് ചെയ്യുന്നത്. സാൻ റാഫേലിലോട്ടും സാൻ ഗബ്രിയേൽ, ഈ 2 ഷിപ്പുകളിലോട്ടും മാറ്റി ഈ പൊളിച്ച ഷിപ്പ്, അതായത് സാൻ മിഗായലിന്റെ കമാൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തിരുന്ന നിക്കോളാസ് ആരുടെ കൂടി 1ാമത്തെ ഷിപ്പായിട്ടുള്ള സാൻ റാഫേലില് വസ്കോഡ ഗാമയുടെ കൂടെ കൂടുകയാണ് ചെയ്തത്. അങ്ങനെ 1498 മാർച്ച് മാസത്തിന്റെ അവസാന ഭാഗത്തോടുകൂടി ആയപ്പോൾ 2 ഷിപ്പുകളല്ലേ ഇപ്പൊ നിലവിലുള്ളൂ. ആ 2 ഷിപ്പുകളും മൊസാംബിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 21 അവര് മോംബസ എന്ന് പറഞ്ഞ സ്ഥലത്തും എത്തിച്ചേരുന്നുണ്ട്. ദെൻ ദേ സ്റ്റേഡ് ഇൻ മെലിൻഡേ ഫോർ 3 months. അവിടെ മെലിൻഡേ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 മാസത്തോളം അവരവിടെ തങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. Then അവിടുത്തെ കിങ്ങിനെ കുറിച്ച് ഇനി പറയുന്നുണ്ട്. ദ കിങ് ഓഫ് മെലിൻഡേ വാസ് ഹാപ്പി ടു റിസീവ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരായ ഇവരെ റിസീവ് ചെയ്യാനായിട്ട് അവിടുത്തെ കിങ്ങിന് വളരെയധികം ഹാപ്പി ആയി. ഹി ഗേവ് ദോസ് പൈലറ്റ്സ് ആൻഡ് ബ്രോക്കർ ടു ഹെൽപ്പ് ദം ഇൻ ട്രേഡ്. അപ്പൊ ഇനി ഇവര് എങ്ങടാണ് പോണത്? വാസ്കോ ഡ ഗാമയ്ക്ക് എങ്ങടാണ്? നമ്മുടെ കേരളം ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ പോകുന്നത് അല്ലെ, യാത്ര ചെയ്യുന്നത്. അപ്പൊ അവിടെ കിങ്ങിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കിങ് എന്ത് ചെയ്തു? അവർക്ക് വേണ്ട പൈലറ്റ്സിനെയും ബ്രോക്കറിനെയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് ദ ബ്രോക്കേഴ്സ് അഡ്വൈസ് ദാറ്റ് മെയ്ഡ് ഗാമ സെയിൽ ടു കാലിക്കറ്റ്. അങ്ങനെ നമ്മുടെ അവിടുത്തെ ബ്രോക്കർ ആണ് പറഞ്ഞത് നമുക്ക് നേരെ കാലിക്കറ്റിലോട്ട് പോവാം. നമ്മുടെ കിങ് കൊടുത്ത ബ്രോക്കർ ആണ് പറയുന്നത് കാലിക്കറ്റിലോട്ട് പോവാം, അവിടെ നമുക്ക് ട്രേഡ് നടത്താം, പോർച്ചുഗീസിന് നല്ല പ്രോഫിറ്റ് അവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ആ ഒരു ബ്രോക്കറാണ് ഗാമയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവര് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. ദേ ലെഫ്റ്റ് മെലിൻഡേ ഓൺ 6th August 1498 ആൻഡ് സോ ദ കോസ്റ്റ് ഓഫ് മലബാർ ഓൺ 26th August. ഓഗസ്റ്റ് 6 അവര് മെലിൻഡയിൽ നിന്ന് യാത്ര തിരിച്ച് 26 തന്നെ 20 ദിവസങ്ങൾക്ക് ശേഷം അവർ മലബാറിന്റെ തീരം കാണുകയാണ് ചെയ്യുന്നത്. The pilots informed Gama the first land to be seen would be a great mountain in the kingdom of Kannur. അതായത് ആ പൈലറ്റ്സ് ഗാമയുടെ അടുത്ത് പറയാണ്, നമ്മളിപ്പോ ആദ്യം കാണുന്നത് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ വലിയ പർവ്വത നിരകളായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ the local people call it Delhi or Mount Delhi because in this mountain there were so many rats that they could never make a village there. അതായത് അവിടുത്തെ സാധാരണക്കാര് ഈ ഒരു പർവ്വത നിരകളെയൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രദേശത്തെ വിളിക്കുന്നത് ഡൽഹി എലി അല്ലെങ്കിൽ മൗണ്ട് എലി എന്നൊക്കെയാണ്. അതായത് മലയാളത്തിൽ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഏഴിമല ഏലിമല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കേട്ടോ. അപ്പൊ അത്തരം പേരുകളൊക്കെ വന്നത് അവിടെ ധാരാളം എലികൾ ഉള്ളത് കൊണ്ടാണ് നാട്ടുകാർക്ക് അവിടെ ഒരു ഗ്രാമം ആയിട്ട് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വീണേന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നു, റണ്ണിങ് ഡൗൺ ദ കോസ്റ്റ് ഫ്രം മൗണ്ട് ഡൽഹി ദ ഷിപ്പ് passed Kannur without stopping. It was described as a large town thatched houses. അതായത് അവിടെ നിന്നും യാത്ര തുടർന്ന് അവർ കപ്പലുകൾ കണ്ണൂരിൽ നിന്ന് പിന്നിട്ടു. ഓലമേഞ്ഞ ധാരാളം വീടുകളുള്ള ഒരു വലിയ പട്ടണമായിട്ടാണ് കണ്ണൂർ അവർക്ക് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം the arrival of the Portuguese aroused great jealousy among the Moors who had the Red Sea and the Persian Gulf trade with Europe in their hands. അതായത് നമ്മുടെ പോർച്ചുഗീസുകാരുടെ ഈ ഒരു വരവ് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നിരുന്ന മൂറുകളിൽ അസൂയ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ചെങ്കടൽ വഴിയും പേർഷ്യൻ ഗൾഫ് വഴിയും യൂറോപ്പിലേക്ക് നടത്തുന്ന
കച്ചവടം നമ്മുടെ ഈ മൂറുകളുടെ കയ്യിലായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ കച്ചവടം നടത്താനായിട്ട് പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മൂഴ്സിന് അത് വളരെയധികം എന്തായി അസൂയ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പല വിധത്തിലുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പോർച്ചുഗീസിനെ തകർക്കാനും അവരെ ഇവിടെ നിന്ന് ഓടിക്കാനും മൂഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ദർ വെർ 3 persons ഇൻ ദ അതോറിറ്റി അണ്ടർ ദി സമൂറിയൻ. അതായത് നമ്മുടെ സാമൂതിരിയുടെ കീഴിൽ 3 പേർക്കായിരുന്നു അധികാരങ്ങൾ കൂടുതലുണ്ടായിരുന്നത്. സാമൂതിരി കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യാളികളായിട്ട് നിന്നിരുന്നത് ഇവർ 3 പേരാണ്. അവരാരൊക്കെയാണ്? ദ ഓവർസിയർ ഓഫ് ദി ട്രഷറി, ദ കിങ്സ് ജസ്റ്റിസ്, ദ ചീഫ് ഓഫീസർ ഓഫ് ദി പാലസ് ഗാർഡ്. ഇവർ 3 പേർക്കായിരുന്നു കുറച്ചുകൂടി അധികാരങ്ങൾ ഉണ്ടായിരുന്നത്. ദ ഫസ്റ്റ് 2 of these were bribed by the Moors to obstruct the newcomers. ഈ ആദ്യം പറഞ്ഞ 2 ആൾക്കാർ ഓവർസിയർക്കും കിങ്സ് ജസ്റ്റിസിനും മൂർസ് കൈക്കൂലി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? പോർച്ചുഗീസുകാരുടെ വരവിനെ തടയാൻ വേണ്ടിയിട്ട്. The Gama sent Nicolas Coelho with a message to the Samoan asking him to sanction trade. അങ്ങനെ നമ്മുടെ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? നിക്കോളാസ് കൊയിലോനെ സാമൂതിരിയുടെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം നടത്തണം, അപ്പം അതിനുള്ള സാങ്ഷൻ അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജുമായിട്ട് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ദ അതോറിറ്റീസ് മെയ്ഡ് ഹിം വെയിറ്റ് ഫോർ എ ലോങ് ടൈം ഇൻ എ എഫേർട്ട് ടു മേക്ക് ഹിം ആംഗ്രി ആൻഡ് ഗോ എവേ. അപ്പോൾ അവിടുത്തെ അധികാരികൾ എന്ത് ചെയ്തു? അധികാരികൾക്ക് ഇവർ കൈക്കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മൂഴ്സ്. അപ്പോൾ അധികാരികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ നിക്കോളാസ് ഇങ്ങനെ ഒരു മെസ്സേജുമായിട്ട് വന്നപ്പോൾ, ട്രേഡിനുള്ള സാങ്ഷൻ കൊടുക്കണം എന്നുള്ള അപേക്ഷയുമായിട്ട് വന്നപ്പോൾ നിക്കോളാസിന് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ഷമ കിട്ടാൻ അവരവിടുന്ന് പൊക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ സംഹൗ Coil was warned by a Castilian that the authorities would try to offend him, so Coelho exercised patience. പക്ഷെ നമ്മുടെ വാസ്കോ ഡ ഗാമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നിക്കോളാസിനെ. അവർ പല വിധത്തിൽ നമ്മളെ ഇവിടുന്ന് പോകാനായിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നീ വളരെയധികം ക്ഷമയോടുകൂടി നിൽക്കണം എന്നുള്ള കാര്യം കൊയിലോൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ക്ഷമയോടുകൂടി അവിടെ നിൽക്കുക തന്നെയാണ് ചെയ്തത്. ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി വിൽ ഗിവ് ദ മെസ്സേജ് ഓൺലി ടു ദ കിങ് ഹിംസെൽഫ്. ഫൈനലി ഹി വാസ് അഡ്മിറ്റഡ് ആൻഡ് ദ കിങ് ഗേവ് ഹിം ദ സാങ്ഷൻ ഹി വാണ്ടഡ്. അങ്ങനെ നമ്മുടെ കൊയിലോ പറഞ്ഞു, ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ കിങ്ങിന്റെ കയ്യിൽ നേരിട്ട് കൊടുത്തോളാം, എനിക്ക് കിങ്ങിനെ കാണുക തന്നെ വേണം എന്ന്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും നമ്മുടെ കൊയിലോ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം കിങ്ങിന് നേരിട്ട് കൊടുക്കുകയും അവർക്ക് ട്രേഡ് നടത്താനുള്ള, പോർച്ചുഗീസുകാർക്ക് വാസ്കോ ഡ ഗാമയ്ക്ക് ട്രേഡ് നടത്താനുള്ള അനുമതി കിട്ടുകയും ചെയ്യാണ് ചെയ്തത്. ഓക്കെ, The agreement to open trade was written on a palm leaf. അപ്പോൾ ഒരു പാം ലീഫിലാണ്, പനയോലയിലാണ് ഈ ഒരു ട്രേഡിനുള്ള എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രേഡ് തുടങ്ങി. Trade began, but the Portuguese were supplied with a low quality stuff and they too very little. അതായത് പോർച്ചുഗീസുകാർക്ക് ഒട്ടും തന്നെ ഗുണമേന്മയില്ലാത്ത ചരക്കുകളാണ് അധികാരികൾ കൊടുത്തത്. കച്ചവടത്തിനായിട്ട് സാധനങ്ങൾ കൊടുക്കണ്ടേ, അപ്പം അത് ഗുണമേന്മ ഇല്ലാത്തതാണ്, കുറവ് അളവിൽ മാത്രമേ അവർക്ക് പോർച്ചുഗീസുകാർക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ദെൻ ഗാമ ഡിസൈഡഡ് ടു വിസിറ്റ് ദ സാമൂറിയൻ ഇൻ പേഴ്സൺ ആൻഡ് ഡിമാൻഡഡ് ഹോസ്റ്റേജ് ഫോർ ഹിസ് സേഫ് കണ്ടക്ട്. അപ്പോൾ തൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ജാമ്യമായിട്ട് ഒരാളെ കൊടുക്കണമെന്നാണ് ഗാമ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഒരാളെ ജാമ്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം രാജാവിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കണം. നേരിട്ട് ഇങ്ങനെ ഒരു അധികാരികളൊക്കെ കബളിപ്പിക്കുന്നതായിട്ടാണല്ലോ, കാരണം ലോ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കച്ചവടത്തിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കബളിപ്പിക്കുന്നതായിട്ട് ഗാമയ്ക്ക് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇത്തവണ രാജാവിന് എന്തായാലും നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഗാമയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രസൻസ് ഒക്കെ ആയിട്ട് ഗാമയുടെ അടുത്ത്, നമ്മുടെ ഈ ഒരു രാജാവിൻ്റെ അടുത്ത് കാണാൻ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് 12 പേരുടെ കൂടെയാണ് രാജാവിനെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അവിടെ ഇതിൻ്റെ ഹി വെന്റ് വിത്ത് 12 men who were well dressed and appeared smart. വളരെ നന്നായിട്ട് എല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ടാണ്. ഗാമ വാസ് സ്പെഷ്യലി ഡ്രസ്ഡ് ഫോർ ദി ഒക്കേഷൻ. അപ്പോൾ രാജാവിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണ് ഗാമ പോകുന്നത്. ഇനി പറയുന്നത് അങ്ങനെ കിങ്ങിനെ കാണാൻ പോയ കിങ്ങിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. The king was sitting in his chair. He was a very dark man, half naked and clothes with white clothes from the middle to the knees. One of these clothes had a long point on which there were several gold rings and large rubies. അതായത് രാജാവ് ആളുടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ഒരു കറുപ്പുള്ള ഒരാളായിരുന്നു രാജാവ്. ഹാഫ് നേക്കഡ് ആയിരുന്നു. അരയിൽ നിന്ന്
മുട്ടുകാൽ വരെ എത്തുന്ന ഒരു വെളുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ വസ്ത്രത്തിൽ ഒരറ്റത്ത് കുറെ സ്വർണ്ണ മോതിരങ്ങളും റൂബികളും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് എന്നാ പറയണത്. റൗണ്ട് ഹിസ് നെക്ക് വാസ് എ സ്ട്രിങ് ഓഫ് പേൾസ്. പേള് മാല കഴുത്തിലുണ്ടായിരുന്നു. ഹി ഹാഡ് എ ബ്രേസ്ലെറ്റ് ഓൺ ഹിസ് ആം. കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ദ കിങ് ഹാഡ് ലോങ് ഡാർക്ക് ഹെയർ ഓൾ ഗാദേർഡ് അപ്പ് ആൻഡ് ടൈഡ് ഓൺ ടോപ്പ് ഓഫ് ഹിസ് ഹെഡ്. നീളം മുടിയായിരുന്നു. അപ്പൊ മുകളിൽ ഇങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ഹിസ് ഇയേഴ്സ് were pierced and were covered with gold earrings. അപ്പോൾ കാത് കുത്തിയിട്ടുണ്ട്, ഗോൾഡ് റിങ്ങുകൾ കാതിലിട്ടിട്ടുണ്ട്. there were 2 pages, അതായത് pages means boys. 2 boys അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. one held a drawn sword and other held a gold cup for the king to spit. അതായത് അവിടെ 2 ആണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരുവന്റെ കയ്യിൽ ഒരു വാളുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ സ്വർണ്ണ കോളാമ്പി ഉണ്ട് എന്നാ പറയണേ. a brahmin stood near the chair of the king and from time to time he gave the king a green leaf closely folded with other things inside. അപ്പോൾ രാജാവിന്റെ അടുത്ത് ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് എന്തെല്ലാമോ അകത്ത് വെച്ച് ഒരു ഗ്രീൻ ലീഫ് മടക്കി രാജാവിന് കൊടുക്കുമായിരുന്നു എന്ന്. ഇത് നമ്മുടെ ഗാമയുടെ കാഴ്ചയിലാണ്. നമുക്കറിയാം അത് വെറ്റില ഉള്ളില് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചുണ്ണാമ്പും പുകയിലൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, ദെൻ the king chewed it and spat into the gold cup held by the page. അതായത് നമ്മുടെ രാജാവ് എന്ത് ചെയ്തു, ഇയാൾ കൊടുത്ത ഈ ഗ്രീൻ ലീഫ് ചവച്ച് ആ ഒരു സ്വർണ്ണ കോളാമ്പിയിലേക്ക് തുപ്പുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ വെറ്റില മുറുക്കുന്നതാണ് ആ ഒരു സന്ദർഭമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. The interview would have had the expected result, but the most bribed the chief officer of the palace guard. അപ്പോൾ ഇവർ വിചാരിച്ച പോലെ തന്നെ നല്ല പോലെ നമ്മുടെ രാജാവിനെ കാണാനായിട്ട് സാധിച്ചു. പക്ഷേ നമ്മുടെ മൂറികള് ചീഫ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അധികാരമുള്ളൊരു, ഹി വാസ് ആൻ ഒഫീഷ്യൽ ഓഫ് ഗ്രേറ്റ് പവർ, ഒരുപാട് അധികാരമുള്ള ഒരാളായിരുന്നു ചീഫ് ഓഫീസർ. എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു ചീഫ് ഓഫീസർ എന്ന് പറയുന്നത്. ഇഫ് എനിബഡി entered the palace where the king lived, he could cut off his head without asking the king's permission. കിങ് താമസിക്കുന്ന, രാജാവ് താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് അനുവാദമില്ലാതെ ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ രാജാവിന്റെ പോലും പെർമിഷൻ ഇല്ലാതെ ആ കടന്നു വന്ന വ്യക്തിയുടെ തല വെട്ടാനുള്ള അധികാരം പോലും ചീഫ് ഓഫീസർക്ക് ഉണ്ടായിരുന്നു. അത്രയും ഗ്രേറ്റ് പവർ ഉള്ള ഒരാളായിരുന്നു ചീഫ് ഓഫീസർ. ആളെയാണ് മൂർച്ച് കൈക്കൂലി കൊടുത്തിട്ട് വശത്താക്കിയിട്ടുണ്ടായിരുന്നത്. ദിസ് മാൻ ക്രിയേറ്റഡ് പ്രോബ്ലംസ് ഫോർ ഗാമ. അപ്പൊ ഗാമയ്ക്ക് കച്ചവടത്തിനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഗാമ വാസ് അറ്റ് ദിസ് ഫാക്ടറി ആഫ്റ്റർ ഹിസ് ഇന്റർവ്യൂ വിത്ത് ദ കിങ് when the chief officer of the palace guard came there with a palanquin. He said that he had come to take the Gama for second interview with the king. അപ്പോൾ നമ്മുടെ വാസ്കോ ഡ ഗാമ കിങ്ങുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വാസ്കോ ഡ ഗാമയ്ക്ക് ഒരു ഫാക്ടറി ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ ഇങ്ങനെ വാസ്കോ ഡ ഗാമ ഇരിക്കായിരുന്നു. ആ സമയത്ത് ഈ ചീഫ് ഓഫീസർ ഒരു പല്ലക്കുമായിട്ട് വന്നിട്ട് പറഞ്ഞു, വാസ്കോ ഡ ഗാമേനെ കിങ് വിളിക്കുന്നുണ്ട്. ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ, അപ്പോൾ രണ്ടാമത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി, ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കിങ് ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പല്ലക്കുമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വാസ്കോ ഡ ഗാമയ്ക്ക് വളരെയധികം സന്തോഷമായി. വന്നിരിക്കുന്നത് ചീഫ് ഓഫീസർ ആണ് അല്ലേ, അപ്പൊ അതുകൊണ്ട് എന്തായാലും സത്യമായിരിക്കും വാസ്കോ ഡ ഗാമ പ്രതീക്ഷിച്ചു. ഹാപ്പി വിത്ത് ഹിസ് സക്സസ് ഓഫ് ദി ഫസ്റ്റ് ഇന്റർവ്യൂ, ബിലീവ് ദ സ്റ്റോറി. അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ വിചാരിച്ച പോലെ തന്നെ നന്നായി നടന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഒക്കെ വിശ്വസിച്ചു. 8 men carrying sticks were to accompany him. Gama was then carried off in the palanquin. The Portuguese had been earlier allowed to erect a factory on shore for trading purpose. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ഫാക്ടറിയിൽ ഗാമ ഇരുന്നിരുന്നത്. അങ്ങനെ വാസ്കോ ഡ ഗാമയെ ഒരു പല്ലക്കിൽ ഇരുത്തി നമ്മുടെ ചീഫ് ഓഫീസർ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. Then they were lodged in a house in the middle of other houses. They were given boiled rice and boiled fish and a jar of water. അങ്ങനെ അവർ ഒരുപാട് ദൂരം രാത്രിക്ക് യാത്ര ചെയ്തിട്ട് ഒരു വീട്ടിൽ ഗാമേനെയും കൂട്ടരെയും താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. രാത്രി അവർക്ക് ഭക്ഷണത്തിന് ചോറും പുഴുങ്ങിയ മീനും ഒരു ജാറിൽ നിറയെ വെള്ളവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെയും പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യത്തിന് വാഷ്റൂമിലൊക്കെ പോകേണ്ടവരെ മാത്രമേ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഭയങ്കര ചൂടായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ്, നെക്സ്റ്റ് മോർണിംഗ് ദ ഡോർസ് വർ ഓപ്പൺഡ് വെരി ലേറ്റ്. വളരെ ലേറ്റ് ആയിട്ടാണ് പിറ്റേ ദിവസം ആ വീടിന്റെ വാതിൽ തുറന്നത്. ഓൺലി ദോസ് ഹു ഹാഡ് ടു ഗോ ടു ദ ടോയ്ലറ്റ് വർ അലൗഡ് ടു ഗോ ഔട്ട് ഓഫ് ദ ഹൗസ്. വീട്ടിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് പോകേണ്ടവരെ മാത്രം പുറത്തേക്ക് വിട്ടു. ദേ റിമെയിൻഡ് ദർ എ ഡേ ആൻഡ് അനദർ നൈറ്റ്. ഒരു രാവിലെയും ഒരു പകലും കൂടി അവിടെ കഴിച്ചുകൂട്ടി. നെക്സ്റ്റ് ഡേ ദേ വർ ടേക്കൺ ടു എ ബുഷ്. പിറ്റേ ദിവസം അവരൊരു കുറ്റിക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഭയങ്കര ചൂടായിരുന്നു. അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. ദേ റീച്ച്ഡ് എ റിവർ. ദേ വർ പുട്ട് ഇൻ ടു 2 ഇന്ത്യൻ ബോട്ട്സ്. അവിടെ ഒരു നദിയുടെ അടുത്ത് എത്തിയപ്പോൾ 2 ഇന്ത്യൻ വഞ്ചിയിലേക്ക് അവരെ കയറ്റി.
Vasco da Gama reached some houses where rice was cooked and offered to them. അവിടെ ഒരു വീടിൻ്റെ അവിടെ എത്തി, കുറച്ച് ചോറൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അതിനുശേഷം ദ അതർ ബോട്ട് വിത്ത് 5 men, 5 പേരടങ്ങുന്ന മറ്റേ ഒരു ബോട്ട് കുറച്ച് രാത്രിയായിട്ടാണ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവിടെ അവരെത്തി മറ്റൊരു വീട്ടിലാണ് ആ 5 പേരെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഇത് ട്രേഡ് നടത്താതിരിക്കാനായിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ്. വാസ്കോ ഡ ഗാമയെ അവിടെ നിന്ന് മാറ്റാണ് ചെയ്തത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ വാസ്കോ ഡ ഗാമ എത്തിയതും കേരളത്തിൽ എത്തിയതും അവിടുത്തെ സാമൂതിരിയും അവിടെയുള്ള ആളുകളും ഇടപെടലുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വൈഡായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Vasco da Gama started his journey from Lisbon on 25th March 1497. What was the name of Gama's fleet? ഗാമയുടെ ഫ്ലീറ്റിന്റെ പേരെന്തായിരുന്നു? സാൻ റാഫേൽ, then സാൻ ഗബ്രിയൽ ആൻഡ് ദി സാൻ മിഖായേൽ. 3 മൊത്തം ഷിപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. വിച്ച് മൗണ്ടെയിൻ റേഞ്ചസ് മെൻഷൻഡ് ആസ് ദി ഗ്രേറ്റ് മൗണ്ടെയിൻ? ഗ്രേറ്റ് മൗണ്ടെയിൻ ആയിട്ട് കണക്കാക്കിയത് ഏതായിരുന്നു? ഏഴിമല, എലിമല എന്നറിയപ്പെടുന്ന കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ മലയാണ്. ഇറ്റ് വാസ് കോൾഡ് ഡൽഹി എലി ഓർ മൗണ്ട് ഡൽഹി ബൈ ഫോറിനേഴ്സ് വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഡൽഹി എലി, മൗണ്ട് എലി എന്നൊക്കെ ആയിരുന്നു. വിച്ച് സിറ്റി വാസ് നെയ്മഡ് കപ്പുക്കേറ്റ് എന്ന് വിളിച്ചത് ഏത് സിറ്റിനെയാണ്? ദ സിറ്റി ഓഫ് കാലിക്കറ്റിനെയാണ് വിളിച്ചിരുന്നത്. ഹു വാസ് നിക്കോളാസ് കൊയിലോ സാൻ മിഖായേൽ എന്ന് പറഞ്ഞ ഷിപ്പിന്റെ കമാൻഡർ ആയിരുന്നു. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇനി ഷോർട്ട് എസ്സേ ആയിട്ട് ഓരോ ഭാഗത്ത് എത്തിയപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് മൊത്തം ഈ കാര്യങ്ങൾ നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ ജേർണിനെ കുറിച്ച്, കേരളത്തിൽ വന്നിട്ടുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എസ്സേ ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ഇതിൽ നിന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.